ഇന്നത്തെ റെസിപ്പി കാണാനൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള നല്ലൊരു ഇഫ്താർ സ്നാക്കിൻ്റെയാണ്. നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിലേക്ക് സവാള വഴറ്റിയൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ചിക്കനോ മുട്ടയോ ബീഫോ ഒന്നും തന്നെ ആവശ്യമില്ല. സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് സ്പെഷ്യലായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദക്ക് പകരം ഗോതമ്പൊടി വെച്ചിട്ടും ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1 ടീസ്പൂൺ കരിഞ്ജീരകത്തിന് പകരം കറുത്ത എള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. കാണാനൊരു ഭംഗിക്കും ചെറിയൊരു ടേസ്റ്റിനും വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. കയ്യിലില്ലെങ്കിൽ ചേർക്കണം നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. നെയ്യിന് പകരം 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ എല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള 3 ഉരുളക്കിഴങ്ങ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു സവാളയുടെ ചെറിയൊരു കഷ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വളരെ കനം കുറഞ്ഞിട്ട് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അത്യാവശ്യം കൂടുതൽ അളവിൽ തന്നെ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. മല്ലിയില കുറച്ച് കൂടുതൽ തന്നെ ഇടാം കേട്ടോ, അപ്പോഴാണ് ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഉപ്പും പാകത്തിന് നോക്കി ഇട്ട് കൊടുക്കാം. എരിവും ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് മിക്സാക്കി എടുക്കാം. ഇനി കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാല ചേർത്താൽ ടേസ്റ്റാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളൊക്കെ വഴറ്റിയിട്ടുള്ള ഈ ഒരു പൊട്ടാറ്റോയുടെ കൂട്ടുണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു മിക്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ഫില്ലിങ്സ്. പിന്നെ വഴറ്റിയിട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴും കുഴപ്പമില്ല, രണ്ടും രണ്ട് ടേസ്റ്റാണ്. ഇനി ഈ ഒരു മിക്സിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ എല്ലാതും ഇതേ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നേരത്തെ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മൈദയുടെ ആ ഒരു മാവ് പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പീസ് കുറച്ച് മൈദ തൂവിയിട്ട് വലുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പാകത്തിന് കട്ടിക്ക് പരത്തിയെടുക്കാം. ഇനി നമ്മൾ ഷേപ്പാക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോയുടെ ഓരോ റോളും ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ അതേ സൈസിൽ ഒന്ന് മൈദയുടെ പത്തിരി ഒന്ന് മുറിച്ചിട്ടെടുക്കാം. എന്നിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഷീറ്റിൽ തന്നെ 2 എണ്ണമൊക്കെ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ഇത് എന്നിട്ടൊന്ന് സൈഡ് ഭാഗമൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഇനി അടുത്ത റോൾ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ പൊട്ടാറ്റോയുടെ പിന്നെ റോളിലും ജസ്റ്റ് ഒന്ന് കവർ കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പത്തിരി വെച്ചിട്ട് തന്നെ കുറേ അളവിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കവറിങ് കുറേ അളവിൽ ചെയ്തെടുക്കാം. പിന്നെ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ആ ഒരു സൈഡ് കറക്റ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ മൈദപ്പത്തിരി ആകുമ്പോൾ വേറെ വെള്ളം ചേർത്തിട്ട് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്തെടുത്താൽ തന്നെ കറക്റ്റായിട്ട് ഒട്ടി കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാതും ഇതേ രീതിയിൽ പിന്നെ റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഒരു പാത്രത്തിൽ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് പകരം ലൂസായിട്ടുള്ളൊരു മൈദ ബാറ്റർ എടുത്താലും മതിയാവും. എന്നിട്ട് ഈ ഒരു മുട്ടയിൽ നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള സ്നാക്കിൻ്റെ 2 ഭാഗം ഒന്ന് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് സേമിയ കനം കുറഞ്ഞിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. അത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് 2 സൈഡിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഇതേ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും കേട്ടോ. ഒരുപാട് കനത്തിലൊന്നും പരത്തിയെടുത്തിട്ടില്ലല്ലോ, അപ്പം പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ തിരിച്ചു മറിച്ചിട്ടൊക്കെ ഇട്ടിട്ട് 2 ഭാഗവും കളറൊക്കെ മാറി നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. പിന്നെ ഉള്ളിലെ ഫില്ലിങ്സിനനുസരിച്ചിട്ട് നമ്മുടെ സ്നാക്കിന് നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് കട്ട്ലറ്റിൻ്റെ ഫില്ലിങ്സൊക്കെ ഉള്ളിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ചിക്കനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.